യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾ, പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 125 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിലാണ് ഒരുവൻ ആശ്രയിക്കുന്നതെങ്കിൽ അവൻ ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. നമ്മളുടെ വിശ്വാസം അതുപോലെയാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമായി. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ ദൈവസന്നിധിയിൽ, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഒരു മല പോലെ ഉറച്ചതാണോ എൻ്റെ വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ദൈവകൃപ നിനക്ക് ചുറ്റും വലയം പ്രാപിച്ചിട്ടുണ്ടാകും. ആ ദൈവകൃപയിലായിരിക്കും നീ നിലനിൽക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനം ഇന്നും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.